നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് 3 ബെഡ്റൂമുകളോടുകൂടിയ തികച്ചും വ്യത്യസ്തമായ എക്സ്റ്റീരിയർ ഡിസൈനിലുള്ള ഒരു മനോഹരമായ വീടാണ്. വീടിന്റെ മുൻവശത്തെ സ്റ്റെപ്പുകൾ മഴ നനയാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഇതിനായി 1.35 മീറ്റർ പ്രൊജക്ഷനിലാണ് ഫ്രണ്ട് ഷെയ്ഡ് നൽകിയിരിക്കുന്നത്. കോളം, ബീം എന്നിവ ഷെയ്ഡിന്റെ ഔട്ടർ സൈഡിൽ ചേർത്താണ് വരുന്നത്. അതുകൊണ്ടുതന്നെ മുൻവശത്തുനിന്ന് നോക്കുമ്പോൾ ഷെയ്ഡിന് ഏകദേശം 32 സെന്റിമീറ്റർ തിക്നെസ് ലഭിക്കുന്നു. ഈ ബീം പോർച്ചിന്റെ പ്രൈമറി ബീമിലേക്ക് സെക്കൻഡറി ബീമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ മുൻവശത്ത് അധികമായി വരേണ്ടിയിരുന്ന ഒരു കോളം നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ഇനി പോർച്ചിന്റെ കാര്യമെടുത്താൽ സ്ഥലപരിമിതി കണക്കിലെടുത്ത് 5 ഫീറ്റ് കാന്റിലിവർ നൽകി ഉള്ളിലേക്കാണ് പോർച്ച് പില്ലറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസൈനിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ 40 സെന്റിമീറ്റർ ഗ്യാപ്പിൽ 2 പില്ലറുകൾ വീതം 2 വശത്തും നൽകിയിരിക്കുന്നു. പോർച്ചിന്റെ ഭംഗി നിലനിർത്താൻ ഇതിന്റെ ഷെയ്ഡ് എലവേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വാസ്തുവും തച്ചുശാസ്ത്രവും പരിഗണിച്ച് ഒരു കോളം ഒഴിവാക്കിയ ഭാഗത്ത് മൽ ഷേപ്പ് ഷോവാൾ നൽകി. 30 സെന്റിമീറ്റർ കോളം ഷോവാളിൽ നിന്നും 10 സെന്റിമീറ്റർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം. കൂടാതെ എൻട്രൻസിൽ ചെടികൾ വയ്ക്കാനായി 2 ബോക്സുകൾ നൽകിക്കൊണ്ട് സ്റ്റെപ്പിന്റെ നീളം 2.5 മീറ്ററായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ റൂഫിംഗ് ആണ്. മെയിൻ സ്ലാബിൽ പ്രൊജക്ഷൻ നൽകാതെ വാർത്തതിനുശേഷം മുകളിൽ 70 സെന്റിമീറ്റർ കല്ലുകെട്ടി ഉയർത്തി 35 ഡിഗ്രി ചരിവിലാണ് ട്രസ് വർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഈ ഒരു രീതി വലിയ രീതിയിൽ സഹായിക്കും. ഈ ട്രസ് വർക്ക് ഒരു പ്രത്യേക ഭംഗിയും നൽകുന്നു. ഈ വീടിന്റെ റൂഫിംഗിൽ നൽകിയിരിക്കുന്ന 35 ഡിഗ്രി ചരിവ് കാരണം ട്രസ് വർക്കിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉയരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് മധ്യഭാഗത്ത് ഒരാൾക്ക് സുഖമായി നിന്ന് നടക്കാൻ ആവശ്യമായ ഉയരമുണ്ട്. ഈ സ്ഥലം വെറുതെ കളയാതെ അവിടേക്ക് പ്രവേശിക്കാൻ ഒരു ഡോറുകൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലെ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളോ മറ്റോ സൂക്ഷിക്കാൻ പറ്റിയ ഒരു മികച്ച സ്റ്റോറേജ് സ്പേസായി ഭാഗം ഉപയോഗിക്കാം എന്നത് ഈ വീടിന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പാറ്റിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് GI പൈപ്പുകൾ ഉപയോഗിച്ചുള്ള പെർഗോള വർക്കിലൂടെയാണ്. ഇതിന് കൂടുതൽ ഈട് നിൽക്കാനും മോഡേൺ ലുക്ക് നൽകാനും GI പൈപ്പുകൾ സഹായിക്കുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി നാച്ചുറലായ ഒരു ലുക്കാണ് വേണ്ടതെങ്കിൽ GI പൈപ്പിനു പകരം കുറുഡീസോ ടെറാക്കോട്ട പൈപ്പുകളോ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വീടിന് ഒരു ട്രഡീഷണൽ ടച്ചും ഒപ്പം തനിമയും നൽകാൻ സഹായിക്കും. താഴത്തെ ലെവൽ വരെ ഓപ്പണിംഗ് നൽകിയിട്ടുള്ളതുകൊണ്ടുതന്നെ ധാരാളം കാറ്റും വെളിച്ചവും പാറ്റിയോയ്ക്കുള്ളിൽ ലഭിക്കുന്നു. ഈ പാറ്റിയോയുടെ മുകൾ ഭാഗത്ത് ഏകദേശം 1.2 മീറ്റർ വീതിയിലും 1.5 മീറ്റർ നീളത്തിലുമായി ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ സൂര്യപ്രകാശം നേരിട്ട് ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. ഈ ഓപ്പണിംഗിന് ഉള്ളിലായി GI പൈപ്പ് ഉപയോഗിച്ച് മനോഹരമായ ഒരു പെർഗോള വർക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനു മുകളിലായാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്.